അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒരു മത്സരം അരങ്ങേറി. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആ നീലക്കുപ്പായക്കാർ അനായാസ ജയം സ്വന്തമാക്കുമെന്ന് 99% ആളുകളും വിധിയെഴുതി. കാരണം ആതിഥേയരായ UAEക്കെതിരെ 9 വിക്കറ്റിന്റെയും അയൽക്കാരായ പാകിസ്ഥാനെതിരെ 7 വിക്കറ്റിന്റെയും അനായാസ ജയം സ്വന്തമാക്കിയ ഇന്ത്യക്ക് ഒമാനെതിരെയും അതേ കളിമികവ് തുടരാനാകുമെന്ന് കരുതി കാണണം. എന്നാൽ അവിടെയാണ് കഥ മാറിയത്. 2025 ഏഷ്യ കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഒമാനെതിരെ ജയം സ്വന്തമാക്കാൻ ഇന്ത്യ വിയർക്കുന്നു. ടോസിന്റെ ആനുകൂല്യം ലഭിച്ച് ഇന്ത്യ ഒമാനെ ബൗളിംഗിന് അയച്ചു. എന്നാൽ മത്സരത്തിലെ 9ാം ബോളിൽ തന്നെ ഓപ്പണർ ഗിൽ പുറത്ത്. ഗില്ലിന്റെ സമ്പാദ്യം 5 റൺസ്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ കൊഴിഞ്ഞുപോക്കാണ് കണ്ടത്. 38 റൺസിന് അഭിഷേക് ശർമ്മ, 26 റൺസിന് അക്സർ പട്ടേൽ, 29 റൺസിന് തിലക് വർമ്മ എന്നിങ്ങനെയായിരുന്നു ആ കൊഴിഞ്ഞുപോക്കിന്റെ ഗതി. ആരാധക കൂട്ടം പലകുറി കാണാൻ ആഗ്രഹിച്ച ഒരാളുടെ ബാറ്റിംഗ് ഉണ്ട്. അതെ, സഞ്ജു സാംസൺ എന്ന ആ മലയാളിയുടെ. മത്സരത്തിൽ അയാൾ 3ാം നമ്പറിൽ കളത്തിലിറങ്ങി. അർദ്ധ സെഞ്ചുറിയോടെ 45 പന്തിൽ നിന്ന് 56 റൺസ് നേടിക്കൊണ്ട് അയാൾ ആ ആഗ്രഹം നിറവേറ്റി കൊടുത്തു. 3 സിക്സറുകളും 3 ബൗണ്ടറികളും അടങ്ങുന്നതായിരുന്നു സഞ്ജുവിന്റെ അർദ്ധ സെഞ്ചുറി നേട്ടം. ബാറ്റിംഗ് നിരയുടെ കൊഴിഞ്ഞുപോക്കിൽ സഞ്ജുവിന്റെ ഈ നേട്ടം ടീമിനെ മികച്ച സ്കോറിലും എത്തിച്ചു. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ പൊളിച്ചടുക്കിയ ഒമാന്റെ ബൗളിംഗ് മികവിനോട് ചേർത്ത് തന്നെ പറയേണ്ടതാണ് അവരുടെ ബാറ്റിംഗ് പ്രകടനം. മത്സരത്തിൽ ഇന്ത്യക്ക് വീഴ്ത്താനായത് 4 വിക്കറ്റ്. ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് വീണത് 9ാം പന്തിലെങ്കിൽ ഒമാന്റെ 9ാം ഓവറിൽ. ആദ്യ 2 മത്സരത്തിലും 3ാം നമ്പറിൽ കളത്തിലിറങ്ങിയ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇന്നലെ 11ാമനായിരുന്നു. 3ാം നമ്പറിൽ കളത്തിലിറങ്ങിയത് സഞ്ജു സാംസണും. 11ാം നമ്പറിലേക്ക് മാറിക്കൊണ്ട് മറ്റു താരങ്ങൾക്ക് അവസരം നൽകുകയായിരുന്നു സ്കൈ ആ തീരുമാനത്തിലൂടെ. പലപ്പോഴും അങ്ങനെയാണ്, പ്രവചനങ്ങൾക്കും അപ്പുറമായിരിക്കും പലതും. മത്സരം ഇന്ത്യ ജയിച്ചെങ്കിലും ഇന്ത്യയുടെ അനായാസ ജയം എന്ന പ്രവചനം അത് ഒമാൻ അനുവദിച്ചില്ല. വിജയലക്ഷ്യമായിരുന്ന 189 റൺസിൽ 167 റൺസും നേടിക്കൊണ്ട് ഒമാൻ പൊരുതി. അതിൽ ഇന്ത്യ വിറച്ചു. ഇന്ത്യയെ ഒമാൻ വിറപ്പിച്ചു.